അല്ല, ഞങ്ങൾ ശബ്ദം കേട്ട് വരുമ്പോ ശാന്തി അടുക്കളയുടെ ഭാഗത്തുനിന്ന് റൂമിലേക്ക് വരികയായിരുന്നല്ലോ. അത് ഞാൻ പിന്നെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കാൻ പോയതാ. ആ ഭാഗത്ത് ആരോ വന്നുപോയതിന്റെ ലക്ഷണമുണ്ട്. പക്ഷെ ആരായിരിക്കും അത്? ഇതാരാ ഈ സമയത്ത് വിളിക്കുന്നത്? അതെന്റെ കെട്ടിയോനാ. കള്ള് തലയ്ക്ക് പിടിക്കുമ്പോ ഉള്ളതോ, മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതോ. പുറകിലത്തെ വാതില് തുറന്ന് അവൻ എങ്ങനെ അകത്ത് കയറിയെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ജനല് തുറന്നു കിടക്കുമായിരുന്നു. ചിലപ്പോ ജനലിനിടയിലൂടെ കമ്പ് കൊണ്ടോ മറ്റോ ലോക്ക് മാറ്റി കാണാനേ വഴിയുള്ളൂ. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നേ. ഒരാള് തുറന്നു കൊടുക്കാതെ പുറത്ത് നിൽക്കുന്ന ആളെങ്ങനെയാ ഇതിനകത്തേക്ക് കയറാ? ഹലോ ഹലോ മാഡം, വിളിക്കാൻ പറഞ്ഞു. റസാഖ്, ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. എന്റെ ചേച്ചി ശാരികയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ മോളെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നേ. അല്പം മുമ്പ് ആ കുഞ്ഞിനെ ആരോ ഇവിടെ വന്ന് എടുത്തോണ്ട് പോയി. ആളുടെ മുഖം കണ്ടില്ലെന്നും കുട്ടി എടുത്തോണ്ട് ഓടുന്നത് കണ്ടു നോക്കിയാ ഇവര് പറയുന്നത്. കുഞ്ഞിന്റെ പ്രായം? കൈക്കുഞ്ഞ, 2 മാസേ ആയിട്ടുള്ളൂ. അല്ല, കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാർ വന്ന് എടുത്തോണ്ട് പോയതോ മറ്റോ ആണോ? അല്ല, അങ്ങനെയും സംഭവിക്കാം. ഹേയ്, അതിനൊരു ചാൻസും ഇല്ല. അവര് മോളെ വേണ്ടെന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുത്തവരാ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം മാഡം. കുട്ടിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യാം.